കേരള രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് വരാം. കേരള രാഷ്ട്രീയത്തിൽ കെ എം ഷാജി ഇപ്പോഴത്തെ കണ്ണൂർ വിട്ടിട്ട് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക്, സേഫ് ഇൻ ദ സെൻസ് വേറെ മണ്ഡലങ്ങളിലേക്ക് പോകുന്നു. കാസർഗോഡ്, അതുപോലെ തന്നെ മലപ്പുറം. ശരിയാണ്. ഏത് കോൺഫിഡൻസ് എടുത്താലും നമുക്കവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾ അഴീക്കോട് പോയാൽ ഷാജി തോറ്റു. ജയിക്കുന്നവനും മുഴുവൻ ശരിയും തോൽക്കുന്നവനും മുഴുവൻ തെറ്റൊന്നും ആവില്ലല്ലോ. ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ. എനിക്കവിടെ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മൈന്യൂട്ട് കമ്മ്യൂണിറ്റി, ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളെ, മത്സ്യത്തൊഴിലാളികളായാലും നെയ്ത്ത് വിഭാഗമായാലും അവിടുത്തെ സ്കൂളുകളായാലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നതിനിടയിൽ ഈ പ്രസവക്കൂട്ടലിനും പിന്നെ മാലടിക്കലിനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയത്തിൽ വലിയ ഘടകമാണ്. ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എന്നാലും എനിക്കങ്ങനെ ഞാൻ മരിച്ച വീട്ടിൽ പോയിട്ട് പിന്നെ എന്താണ് ഡെഡ് ബോഡി ആവുക, കല്യാണ വീട്ടിൽ പോയിട്ട് പുതിയാപ്പിളാവുക എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ. ഞാനുണ്ടായിരുന്നു. ഞാനത് പറ്റില്ല എന്ന് അനൗൺസ് ചെയ്ത് മത്സരിച്ച ഒരാളാണ്. എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെയാണെന്നാണ്. നിയമ നിർമ്മാണ സഭയാണ്, അല്ലാതെ പിന്നെ പേരെടുക്കാൻ പോണ ആളുകളുടെ എണ്ണം നോക്കുന്ന അല്ല സഭ എന്ന് പറയുന്നത്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഏത് കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുത്താലും പാർട്ടിയോട് പറഞ്ഞാൽ ഞാൻ പ്രിഫറൻസ് പറയും, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. അങ്ങനെ പറ്റുന്ന സ്ഥലം കാസർഗോഡാണെന്നാണ് അന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാസർഗോഡും ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം കേരളത്തിൻ്റെ അങ്ങേയറ്റം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ആളുകളോട് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് എന്ന് പാർട്ടി പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും. CPM ഏറ്റവും കൂടുതൽ ഹണ്ട് ചെയ്ത ഒരു ലീഗ് നേതാവ്. ലീഗിനോട് പൊതുവേ CPM ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് നമ്മൾ പല കാലത്ത് പല രീതിയിൽ കേട്ടിട്ടുണ്ട്. ഷാജിക്ക് പക്ഷേ ആ ഒരു പ്രിഫറൻസ് ഇല്ലല്ലോ. എന്താ കാര്യം? അല്ല, എൻ്റെ ഒരു പ്രശ്നം, ഞാനൊരു കുഴപ്പക്കാരനാണെന്നുള്ള ഒരു സാമാന്യ ബോധം എനിക്ക്. നാക്ക് ശരിയല്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറയും. നാക്ക് ശരിയില്ലാത്ത, നാക്ക് ഹൃദയത്തിൽ നിന്ന് ഉള്ള ആശയങ്ങളെ പ്രകടിപ്പിക്കുന്ന സാധനമാണല്ലോ നാവ് എന്ന് പറയുന്നത്. ഞാനത് എനിക്ക് ഡയറക്റ്റ് കണക്ഷനാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ സാധനങ്ങളെ ഞാൻ കലർത്താറില്ല. പാർട്ടിക്കകത്തും വിമർശിക്കാൻ അവകാശമുണ്ടെന്നും അങ്ങനെയൊക്കെ വിമർശിച്ചാലും പാർട്ടി പരിരക്ഷിക്കും എന്നതാണ് ലീഗ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ. അല്ല, ഇപ്പം ഞാൻ പുറത്തു പോകണം. ഒരു ഷോക്കോസ് നോട്ടീസ് ഇതുവരെ ഞാൻ കൈപ്പറ്റിയിട്ടില്ല. ഒരു സസ്പെൻഷൻ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാൻ പറയാത്ത കുരുത്തക്കേടുണ്ടായിട്ടില്ല. അത്ര വിശാലമായ ജനാധിപത്യ ലീഗിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലീഗുകാരനായിട്ട് നിൽക്കുന്നത്, തുടരുന്നതിൻ്റെ എൻ്റെ ന്യായീകരണം. എനിക്ക് എൻ്റെ CPM വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ CPM ഹണ്ട് ചെയ്യുന്നതിൻ്റെ നിങ്ങളുടെ വീടൊക്കെ വന്ന് അളന്നു നോക്കിയ ഒരുപാട് കഥകളുണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ ഒരു? പി ടി തോമസ് പിന്നെ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നിയമസഭയിൽ ഒരുമിച്ചിട്ടായിരുന്നപ്പോൾ ആദ്യമായിട്ടാണ് നിയമസഭയിൽ, അതായത് 2018 എൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരു സാധനം കൊണ്ടുവരുന്നത്. അന്ന് അദ്ദേഹത്തിന് പ്രസംഗമില്ല. രാവിലെ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഇതൊരു കോൺട്രവേഴ്സ്യൽ സാധനമാണ്. എന്നുവെച്ചാൽ പിന്നെ അന്ന് വീണയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തിട്ട് കർത്തയുമായിട്ടുള്ള പിന്നെ കണക്ഷൻ പുറത്തു വരുന്ന അവസ്ഥയാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയണം. ഷാജി ചോദിച്ചു, ഞാൻ നിങ്ങൾ മാറ്റർ പറ. അദ്ദേഹം തന്നാണ് അന്ന് ആ മാറ്റർ. ആ മാറ്റർ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട്, നിങ്ങൾ പരിശോധിച്ചോ, നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാനാണ്. ആദ്യമായിട്ട് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു കക്ഷിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാനാണ്. പക്ഷെ അതേസമയം കട്ടിലിനിടയിൽ നിന്ന് പൈസ പിടിച്ചു, അത് 10-49 ലക്ഷം രൂപ, അതും സത്യമാണ്. ഇതിൽ രസമുണ്ട്. എൻ്റെ കട്ടിലിന് അടിയില്ല. ശരി, അറിയകൾ എൻ്റെ കട്ടിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ പിന്നെ മെത്തടിയെന്നാണോ? അല്ല, അവിടുന്നുമല്ല. ആര് പോയാലും കാണാവുന്ന വിസിബിളായ സ്ഥലത്താണ് ഈ ഇലക്ഷനിൽ കൊടുക്കാനുള്ള പൈസ ഞാൻ വെച്ചിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് ഒരു കാൻഡിഡേറ്റിൻ്റെ വീട്ടിൽ ഇത്രയും പൈസയൊക്കെ ബാക്കി വരിക എന്ന് പറഞ്ഞാൽ അറിയാലോ, അതിൻ്റെ പകുതി പോലും ഇല്ല നിങ്ങൾക്ക് ചിലവാക്കാവുന്ന. അല്ല, പകുതി പോലും അല്ല. 35 ലക്ഷം അല്ലേ? 35 ലക്ഷം. 35 ലക്ഷം അല്ലേ ചിലവാക്കാൻ പറ്റും? അതിനകത്ത് 16 ലക്ഷം അല്ല, 14 ലക്ഷം കൂടുതലുള്ളൂ ചിലവാക്കാൻ പറ്റുന്ന തുക. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു, ബാക്കി ഇരിക്കുന്നു. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ പൈസ റെയ്ഡ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ ആ പൈസ തിരിച്ചു വാങ്ങി. ഇപ്പോൾ ഈ രണ്ടാമത്തെ ചോദ്യം എൻ്റെത്, EDയുടെ കേസ്, കേരളത്തിലെ ഏതെങ്കിലും കേസ് തീർന്നു നിങ്ങൾ അറിയും? ഷാജിൻ്റെ കേസ് തീർന്നു, ഫിനിഷ്ഡ്.